അങ്ങനെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഷാർജയിലാണ്. ഷാർജയിൽ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം, ഒരു കോമൺ സ്ഥലത്തുള്ളൊരു പ്ലേസാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയില്ല ഇങ്ങനൊരു സ്ഥലം. അൽനൂർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലാണ് നമ്മളുള്ളത്. ബുഹൈറ കോർണിഷിലുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടുള്ളത് ഓപ്പണായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഐലൻഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം. ഇതാണ് നമ്മുടെ ഐലൻഡിൻ്റെ മാപ്പ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഫസ്റ്റ് എന്നുള്ളൊരു പൊസിഷനിലാണ്. അപ്പോൾ നമുക്കിവിടെയൊക്കെ കാണാനുണ്ട്, ഒരുപാട് പൊസിഷൻസ് കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഈ നൂർ ഐലൻഡിനുള്ളിലുള്ള ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഏരിയ ഉണ്ട്. അതായത് ബട്ടർഫ്ലൈനെ ഒരു ഫുള്ളൊരു ചില്ലുകൂട്ടിനുള്ളിലിട്ട് പറത്തി വിടുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ചിത്രശലഭത്തിൻ്റെ പൾപ്പ് ഇവർ കൊണ്ടുവരുന്ന ഫിലിപ്പീൻസിൽ നിന്നും മറ്റുള്ള കൺട്രീസിൽ നിന്നും കൊണ്ടുവന്ന് ഏകദേശം ഒരു വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മന്ത് മാത്രമാണ് ഇവരിവിടെ ജീവിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ ഒരു ഗൈഡ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫാണ്. അപ്പോൾ സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തും കൂടി നമുക്കൊന്ന് ചോദിക്കാം, കറക്റ്റ് ഡീറ്റെയിൽസ് അവൻ പറഞ്ഞുതരും. നമ്മുടെ ഇവിടെ ഐലൻഡിലുള്ളൊരു സ്റ്റാഫാണ്. അപ്പോൾ അവൻ നമുക്കെല്ലാം പറഞ്ഞുതരും. നമുക്ക് ചോദിച്ചു നോക്കാം. This is Anur Island Butterfly House, and we are glad that you visited us. And this area basically it is the main attraction for the island. And you see the way it is built, it has a glass house which allows sunlight to come into the butterfly house so that the butterflies can fly, because butterflies are always active with the sun. During night they're not active, and they're active in the day. So we have 22 different species of butterflies here, and these butterflies are from Costa Rica and Philippines. We bring the pupa. We all know that a butterfly has 4 stages of development. It is called the life cycle. So the first one is an egg, then the second it is the caterpillar, and then the pupa, and lastly a butterfly. So this is the pupa. We bring the pupa from Costa Rica and Philippines, and they will hatch from here. They take between 4 to 14 days to hatch into mature butterflies. It will depend on the species. Some species hatch between 4 days, and others will hatch in 6, others in 10, and others in 14 days. So if it is 14, beyond 14, it means the pupa is a dead one. For example, you can see here, this pupa which look black, it means this pupa may never hatch. Okay. So if you look around, you can see that some pupas are closed and others they're open. Yeah. The outer layer, when the butterfly is out, so this is the layer which will remain. Okay. So this layer that remains out, it means that the butterfly is already out. Okay. So that is mainly the information, and basically you have to know that butterflies live for only. How long this butterfly will live here? They live for only 1 month. Only 1 and then they will die. But it's not like all butterflies live for 1 month. Others they live for 3 months, and some 5. It depends on the species and the area where they are. Thank you so much for your explanation. Okay. You're welcome. അങ്ങനെ ഒരു ബട്ടർഫ്ലൈ നമ്മുടെ മെയ്ത്ത് വന്നിരിക്കുന്നുണ്ട്. കുറച്ച് നമ്മളങ്ങനെ മെയ്റ്റ് 3-4 നമ്മുടെ മെയ്ത്ത് വന്നിരിക്കും. അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പിടിക്കാനൊക്കെ നമുക്ക് കഴിയാം, എല്ലാം ടച്ച് ചെയ്യാൻ ഒരു പ്രശ്നമില്ല, എല്ലാ അവലവുമാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ആ ബട്ടർഫ്ലൈയുടെ ഏരിയ കഴിഞ്ഞ് ബാക്കി ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. സത്യത്തിൽ ഈ ഐലൻഡ് അകത്ത് കയറിയപ്പോൾ നമ്മൾ ഷാർജയിലാണോ അതോ വേറെ വല്ല സ്ഥലത്താണോ എന്നൊക്കെയുള്ള ഒരു ആണ്. മൊത്തം പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങളും ഫുള്ളൊരു ഫോറസ്റ്റ് അന്തരീക്ഷമാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾ ഈ ഒരു ഐലൻഡ്. ഈ ഐലൻഡ് അകത്ത് കയറാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലാണ്.
പക്ഷേ എന്നാലും ഒരു 35 ദിറംസാണ് ഇതിൻ്റെ അകത്ത് കയറാൻ വരുന്നത്. കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലാണ്. 35 ദിറംസിന് ഇത്രയും ചെറിയ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടുതൽ ആണെങ്കിലും ആ ഒരു അകത്ത് കയറി വന്ന് കണ്ട് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര വലിയൊരു എമൗണ്ട് അല്ല. പ്ലസ് നമുക്ക് ബട്ടർഫ്ലൈ ആണെങ്കിൽ ഒരു 15 ദിറംസ്, ബാക്കി ഒരുപാട് പാക്കേജുകളുണ്ട് ഇവിടെ ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പല പല പാക്കേജുകളുള്ള റേറ്റുകളാണ്. അപ്പോൾ മിനിമം 35 ആണ് ഇതിൻ്റെ അകത്ത് കയറാൻ. ഈ കാണുന്നതൊക്കെ ലൈറ്റുകളാണ്. അപ്പോൾ ഈവനിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് ഈ ലൈറ്റിൻ്റെ ഒരു ഭംഗിയോടെ കാണാൻ പറ്റും കേട്ടോ. ഇതൊരു ഫോസിൽ റോക്കാണ്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോസിൽ റോക്കാണ്. ഏകദേശം ഒരു 300 മില്യൺ ഇയേഴ്സ് ഓൾഡ്, അത്രയും ഇയേഴ്സ് ഓൾഡുള്ള ഒരു റോക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേസിംഗ് ആണ് കാണാൻ. ഇതാണ് ആ റോക്ക്. എന്താ പറയുക, അത്രയും ഒരു ഇതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രീഷ്യസ് സാധനങ്ങൾ ഈ അലൈനിൽ അവർ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഐലൻഡ് ഉള്ള കേസ് എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ട്സ് ആരും പറഞ്ഞിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള കേസൊന്നും ഞാൻ അറിയില്ല. ഞാൻ ഫ്യൂച്ചറിലാണ്, നല്ല ദൂരത്താണ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യാദൃച്ഛികമായിട്ട് നമ്മുടെ മാതൃഭൂമിയുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ടല്ലോ, ആ ബുക്കിലൊരു ഫീച്ചർ വായിക്കാനിടയായി ഈ ഐലൻഡിനെ കുറിച്ച്. ഒരു 3-4 മാസം മുമ്പത്തെ എനിക്കൊന്ന് ഒക്ടോബർ മാസത്തിലേ തോന്നുന്നുണ്ട്, വായിക്കാനിടയായി റീസെൻ്റായിട്ട്. അപ്പോൾ അന്ന് തൊട്ട് ആഗ്രഹിച്ചാണ് ഈ ഒരു ഐലൻഡ് വന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് വരുത്തിക്കാൻ അത്രയും ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കണ്ടു. എനിക്കിഷ്ടമായി. നല്ലൊരു പ്ലേസാണ്, കാം ആൻഡ് ക്വയറ്റ് ഏരിയ. നമുക്ക് ആ ഒരു ചൂടിൽ നിന്നും ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു റിലീഫാണ്. അപ്പോൾ നിങ്ങൾ വരിക, ഒരു സായാഹ്നം നോക്കി വരിക. അപ്പോൾ നിങ്ങൾക്ക് ഡേ ലൈറ്റിലും ഈവനിങ്ങിലും ലൈറ്റിലും നിങ്ങൾക്ക് ഈ ഒരു ഐലൻഡ് എൻജോയ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. അതായത് 35 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിലുള്ള ഒരു മരമായിരുന്നു അത് അവിടെ നിന്നാണ് ഇവരിത് കൊണ്ടുവന്നിരിക്കുന്നത്. അത്രയും പഴക്കം ചെന്നിട്ടുള്ള ഒരു മരമാണത്. അവിടെ തന്നെ ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ പല പല സാധനങ്ങൾ ഇവിടെ പലയിടത്തും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ വീക്കെൻഡ്സിലും പ്രോഗ്രാംസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പ്രോഗ്രാംസൊക്കെ ഈവനിങ്ങോട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് തിരിച്ചു പോകാനുള്ള ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ഫോറിനേഴ്സിൻ്റെ ഒക്കെ പരിപാടിയാണ്, നല്ല നല്ല പരിപാടികളുണ്ട് എല്ലാ വീക്കെൻഡ്സിലും. അപ്പോൾ വീക്കെൻഡ്സിലൊക്കെ നിങ്ങളൊരു ഉച്ചഭക്ഷണം കഴിഞ്ഞ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി വരെ നിങ്ങൾക്കിവിടെ സുഖമായിട്ട് നിൽക്കാം. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രാവിലെ 8 മണി 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 11 മണി വരെയുണ്ട് ഐലൻഡ്. ബട്ടർഫ്ലൈയുടെ ഏരിയ കാലത്തൊരു 8 o'clock to 6 o'clock വരെയുള്ളൂ ഈവനിങ്. അപ്പോൾ അതാണ് അതിൻ്റെ ടൈമിംഗ് ഏരിയ. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ വരിക, നല്ലൊരു സ്ഥലമാണ്. ഐലൻഡ് ഫുള്ള് നടപ്പാതെ അതേപോലെ മരത്തിൻ്റെ പലകകൾ കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കൂടെയാണ് നടക്കേണ്ടത്. കംപ്ലീറ്റ് ഇങ്ങനെയാണ്. പല പല വഴികളുണ്ട്, പലതല ഭൂപ്രകൃതികളായിട്ട് അടിപൊളിയായിട്ട്. ഇത് മാൻമെയ്ഡാണ്, നാച്ചുറലല്ല. അത്രയും രസത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു ഐലൻഡ് മൊത്തം കണ്ടു തീർന്നപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് മാറ്റണം തോന്നുകയാണ്. കാരണം ഞാൻ പറഞ്ഞു ഒരു 35 dirhams ഇത്തിരി കൂടുതലാണ്. കാരണം ശരിയാണ്, ഇച്ചിരി കൂടുതലാണ്. കാരണം നമുക്കിപ്പോൾ ദുബായ് ഫ്രെയിമിലൊക്കെ കയറണം 50-55 dirhams ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി കൂടുതലാണെന്ന് പറഞ്ഞാലും പക്ഷേ ആ ഒരു ഏരിയയ്ക്ക് ഇത് മൊത്തം കണ്ടു തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ആ ഒരു എമൗണ്ട് അത്ര കൂടുതലല്ല. കാരണം
ഒരു ചെറിയൊരു എമൗണ്ട് 5 ദിർഹംസ് 10 ദിർഹംസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണാൻ പറ്റില്ല. കാരണം റഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയും കാര്യങ്ങളും ഇതേപോലെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമായിരിക്കണം അവർ റേറ്റ് കൂടുതൽ വെച്ചത്. അപ്പോൾ ഒരു റഷിനൊരു ഇച്ചിരി കുറവുണ്ടാകും. ആ റഷ്യൻ ഇത്തിരി കുറവുണ്ടാകുമ്പോൾ നമുക്ക് ആ കാഴ്ചയിൽ കണ്ടെടുക്കാനുള്ള ഒരു സമയവും ആ ഒരു ആംബിയൻസും വേറെ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. ഈ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഐലൻഡിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സ് സന്തോഷമായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. നല്ലൊരു പ്ലേസ് ആയിരുന്നു. അറിയാതെ പോയി ഇത്ര നാളും ഇങ്ങനൊരു പ്ലേസ് ഉള്ളത് അവർ പറഞ്ഞു വന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വരാം. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങളുമായിട്ടും ട്രാവൽസിൻ്റെ ഡീറ്റെയിൽസുമായിട്ടും വീണ്ടും കാണാം. ബൈ ബൈ.